നമസ്കാരം. ലോകം കണ്ട ശക്തനായ കണിശക്കാരനായ ഭരണാധികാരികളിൽ ഒരാൾ ജനം തിരഞ്ഞെടുത്ത് രണ്ടാം ഊഴത്തിലിറങ്ങുമ്പോൾ വലം കൈയായി ആദ്യം നോട്ടമിട്ടത് കൂടെ ചേർത്തത് ഒരു ഇന്ത്യൻ വംശജനെ, അതും രാജ്യസുരക്ഷ വരെ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയുടെ തലവനായി. ബുദ്ധികൂർമ്മതയും ചടുലതയും ഉൾക്കരുത്തും കുറുക്കനെ പോലെ കുശാഗ്രബുദ്ധിയും ഒരുപോലെ ആവശ്യമുള്ള ലോകത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ ഏജൻസിയുടെ തലപ്പത്തേക്ക് ഇന്ത്യൻ വേരുകളുള്ള ഒരാൾ എത്തുകയാണ്. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് യാതൊരു സംശയവുമില്ലാതെ നാമനിർദ്ദേശം ചെയ്ത കശ്യപ് പട്ടേൽ എന്ന അമേരിക്കക്കാരുടെ സ്വന്തം ക്യാഷ് പട്ടേലാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBI തലപ്പത്തേക്ക് എത്തുന്നത്. ഫിഡിലിറ്റി, ബ്രേവറി, ഇന്റഗ്രിറ്റി എന്ന മുദ്രാവാക്യത്തിലൂന്നി അമ്പരപ്പിക്കുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന FBI മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ക്യാഷ് പട്ടേൽ യഥാർത്ഥത്തിൽ ആരാണ്? ഇത്രമേൽ ട്രംപ് കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം അദ്ദേഹം മുൻപ് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഗുജറാത്തിലെ വഡോദരയിൽ വേരുകളുള്ള ഇന്ത്യൻ ഹിന്ദുവാണ് കശ്യപ് പട്ടേൽ എന്ന 45-കാരൻ. 1980 ഫെബ്രുവരി 25 ന്യൂയോർക്കിൽ ജനനം. റിച്ച്മണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസിൽ ബിരുദവും പേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദവും നേടിയ ക്യാഷ് പട്ടേൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിൽ സർട്ടിഫിക്കറ്റും നേടിയിട്ടുണ്ട്. അഭിഭാഷകനായാണ് ക്യാഷ് പട്ടേൽ തന്റെ കരിയർ ആരംഭിച്ചത്. കൊലപാതകം, മയക്കുമരുന്ന് കടത്ത് മുതൽ സംസ്ഥാന ഫെഡറൽ കോടതികളിലെ ജൂറി വിചാരണകളിൽ സങ്കീർണമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വരെയുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്തു. 2005-നും 2013-നും ഇടയിൽ ഫ്ലോറിഡയിൽ കൗണ്ടി ഫെഡറൽ പബ്ലിക് ഡിഫൻഡറായി പ്രവർത്തിച്ചു. 2014 അദ്ദേഹം US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് നാഷണൽ സെക്യൂരിറ്റി ഡിവിഷനിൽ ഒരു ട്രയൽ അറ്റോർണിയായി നിയമിതനായി. അവിടെ അദ്ദേഹം ഒരേ സമയം ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ ലൈസണായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2017 ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സീനിയർ കൗൺസിലായി അദ്ദേഹത്തെ നിയമിച്ചു. അതേസമയം അടിയുറച്ച ട്രംപ് അനുകൂലിയായാണ് കശ്യപ് അറിയപ്പെടുന്നത്. ട്രംപിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറുള്ളയാളെന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനെന്നും ലേബലുള്ള കശ്യപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഹൗസ് സ്റ്റാഫായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യ ട്രംപ് ഭരണകൂടത്തിന് കീഴിലെ പ്രതിരോധ ഇന്റലിജൻസ് മേഖലയിലെ പല ഉയർന്ന തസ്തികകളിലും കശ്യപ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ട്രംപ് മുൻപ് പ്രസിഡന്റായിരുന്ന കാലത്ത് പട്ടേൽ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർക്കും പ്രതിരോധ സെക്രട്ടറിക്കും ഉപദേശം നൽകിയിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഉപദേഷ്ടാവായി പട്ടേൽ നിയമിതനാകുന്നത്. 2019 നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ പട്ടേൽ അംഗമായി. പ്രതിരോധവും സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ ട്രംപിന് പട്ടേലിലുണ്ടായിരുന്ന വിശ്വാസം വാനോളം ഉയർത്തുകയായിരുന്നു. 2018 പട്ടേൽ അക്കാലത്ത് ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെ തലവനായ ഡെവിൻ ന്യൂൺസിന്റെ സഹായിയായി സേവനമനുഷ്ഠിച്ചു. 2016 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇടപെടലുണ്ടായെന്ന ആരോപണത്തിൽ നടന്ന അന്വേഷണത്തിൽ നിർണായക പങ്കുവഹിക്കുകയും റിപ്പബ്ലിക്കൻ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്തു. നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ 2019 നിയമിതനായ പട്ടേൽ IS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി, അൽ ഖയ്ദ നേതാവായിരുന്ന കാസിം അൽ റൈമി എന്നിവരുടെ വധത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമായും അറിയപ്പെടുന്നു. കൗണ്ടർ ടെററിസം ഡയറക്ടറേറ്റിന്റെ സീനിയർ ലെക്ചറായി ട്രംപ് പട്ടേലിനെ നിയമിച്ചിട്ടുണ്ട്. സിറിയയിൽ ബന്ദികളായ അമേരിക്കക്കാരെ തിരികെ എത്തിക്കുന്നതിലും കശ്യപ് പട്ടേൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. 2020 ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ആക്ടിംഗ് ഡയറക്ടർ റിച്ചാർഡ് ഗ്രനലിന്റെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടിയായി നിയമിക്കപ്പെട്ടു. ആക്ടിംഗ് ഡിഫൻസ് സെക്രട്ടറി ക്രിസ്റ്റഫർ മില്ലറുടെ ചീഫ് ഓഫ് സ്റ്റാഫായി പിന്നീട് നിയമിതനായി. ഇതോടെ പ്രതിരോധ വിഭാഗത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയായി പട്ടേൽ മാറുകയായിരുന്നു. കണിശക്കാരനായ നിയമവിദഗ്ധൻ മാത്രമല്ല അദ്ദേഹം, ആഴത്തിലുള്ള ഹിന്ദുമത വിശ്വാസി കൂടിയായ അദ്ദേഹം ഇന്ത്യയുമായുള്ള തന്റെ ബന്ധം വിവരിക്കുന്നതിൽ പലപ്പോഴും വാചാലനായിട്ടുണ്ട്. തന്റെ ഇന്ത്യൻ പൈതൃകത്തെക്കുറിച്ചും അത് തന്റെ മൂല്യങ്ങളെയും കരിയറിനെയും എങ്ങനെ രൂപപ്പെടുത്തിയെന്നുമാണ് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. നിയമിതനായാൽ FBIയെ സമൂലമായി മാറ്റുക എന്ന തന്റെ പ്രഖ്യാപിത ഉദ്ദേശത്തോടെ ക്യാഷ് പട്ടേൽ പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ഗവൺമെന്റ് ഗ്യാങ്സ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ FBI ആസ്ഥാനം വാഷിംഗ്ടണിൽ നിന്ന് മാറ്റുന്നതും FBIക്കുള്ളിലെ ജനറൽ കൗൺസിലിന്റെ ഓഫീസിലെ അംഗസംഖ്യ കുറയ്ക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നും കാത്തിരുന്നു കാണാം. എന്തായാലും FBI തലവൻ പോലുള്ള ഉന്നത അധികാര സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജെത്തുമ്പോൾ അഭിമാനിക്കാനുള്ള വക നമുക്കും ഏറെയാണ്.